ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു UXUIMANIA. നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു അല്പം പ്രത്യേകതയുണ്ട്. ആ ഒരു പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഹോം പേജിലേക്ക് വരിക. അതിനുശേഷം നമ്മുടെ എബൌട്ട് എന്ന് പറയുന്നൊരു ടാബിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മുടെ ചാനൽ ജോയിൻഡ് 17 ജൂലൈ 2020, അതായത് 2020 ജൂലൈ 17, അതായത് ഇന്നത്തെ ദിവസം ജൂലൈ 17 നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് 3 വർഷം തികയുന്നതെന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഡിസൈനേഴ്സായിട്ടുള്ള സുഹൃത്തുക്കൾക്കും ഡിസൈനേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഒക്കെ തന്നെ ഒരു ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു വലിയ താങ്ക്സ് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. കാരണം ഈ കഴിഞ്ഞ 3 വർഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ചാനൽ തുടങ്ങിയിട്ട് 3 വർഷമായോ എന്ന് എനിക്ക് അത്ഭുതത്തോടു കൂടി തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു. കാര്യം അത്രത്തോളം പെട്ടെന്നാണ് ഒരു 3 വർഷം കടന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. 3 വർഷം കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു ചാനലുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 13.8K സബ്സ്ക്രൈബേഴ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡിസൈനേഴ്സ് എന്നാണ്. കാരണം ഈ ഒരു ചാനൽ പരിപൂർണ്ണമായിട്ട് നമ്മൾ ഡിസൈനിങ് മെൻറ്റാലിറ്റി ഉള്ള അല്ലെങ്കിൽ ഡിസൈനിങ്ങിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. എനിവേ 13.8K സബ്സ്ക്രൈബേഴ്സിനെ അഥവാ ഡിസൈനേഴ്സിനെ നമുക്ക് ഇത് ഒരു ഗ്രൂപ്പിൻ്റെ ഒരു കൂട്ടത്തിൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സാക്കി മാറ്റാൻ കഴിഞ്ഞു. അതുപോലെ ഈ 3 വർഷത്തിനിടയിൽ 359 വീഡിയോസുകൾ എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും എല്ലാ അർത്ഥത്തിലും വളരെ സന്തോഷം നിറഞ്ഞ ഒരു സമയമാണ്. ഈ ഒരു സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ വീണ്ടും തന്നെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു വലിയൊരു താങ്ക്സ് പറയുന്നു. ഈ ഒരു 3 വർഷം കൊണ്ട് 13.8K എന്ന് പറയുന്ന സബ്സ്ക്രൈബേഴ്സ് ഒരു വലിയ കൗണ്ടൊന്നുമല്ല സാധാരണഗതിയിൽ ഒരു യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ. പക്ഷേ നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളം മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ഒരു ഓഡിയൻസ് ആണ്. അതിൽ തന്നെ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ആ ഡിസൈനിങ്ങിൽ തന്നെ UI UX പോലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിലെനിക്ക് തോന്നുന്നു 13.8K എന്ന് പറയുന്നത് ഒരു വലിയ സംഖ്യയായിട്ട് തന്നെയാണ് ഞാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത്. പല ആൾക്കാരും ഇതൊരു വലിയ സംഖ്യയല്ല, കാര്യം ഒരു ദിവസം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുന്ന യൂട്യൂബ് ചാനലുകളാണെന്ന് പലരും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും അതുപോലെയുള്ള ചാനലുകളല്ല, അല്ലെങ്കിൽ മറ്റുള്ള എല്ലാവർക്കും വേണ്ടുന്ന കണ്ടന്റ് അല്ല നമ്മൾ ഇടുന്നത്. വളരെ കുറച്ച് ആൾക്കാർ മാത്രം ആവശ്യപ്പെട്ടുള്ള അല്ലെങ്കിൽ വളരെ കുറച്ചൊരു ചെറിയൊരു കാറ്റഗറിപ്പെട്ട ആൾക്കാരെ ഉദ്ദേശിച്ചുള്ള കണ്ടന്റ് എന്ന നിലയിൽ ഈ 13.8K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു നിമിഷമാണ്. തീർച്ചയായിട്ടും ഇതിന് സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മൾ വീണ്ടും നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൽ കൂടുതലായിട്ട് ഒരുപാട് ആൾക്കാർ നിരന്തരമായിട്ട് ചോദിക്കുന്ന 1-2 ചെറിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കൂടെ നമ്മൾ ഈ ചാനലിൻ്റെ ഈ ഒരു 3ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു സമയത്ത് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ വീഡിയോ നിർത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അറിയാം, ഇൻസ്റ്റാഗ്രാമാണ് തുടക്കം മുതലേ തന്നെ പല ആളുകളും നമ്മുടെ ചാനലിൽ ചാറ്റ് ചെയ്യാനായിട്ടും സംശയങ്ങൾ ചോദിക്കാനൊക്കെ തന്നെ ഉപയോഗിച്ച് വരുന്നത്. അന്ന് മുതൽക്കേ ഈ 3 വർഷം മുതൽ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഞാൻ മാക്സിമം കഴിയുന്നത്ര ആൾക്കാർക്കെല്ലാം തന്നെ ഇതിന് ചോദിക്കുമ്പോൾ ഉത്തരം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ തുടങ്ങിയ സമയത്ത് ഞാൻ ഒന്ന് പറയുന്നു, ഇത് സാധാരണഗതിയിൽ എല്ലാവരെയും പോലെ നമ്മളൊരു ടൈമിലാണ് തുടങ്ങിയത്. അപ്പോൾ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ കുറച്ച് സമയം കൂടുതലായിരുന്നു, വർക്ക് ഫ്രം ഹോം ആയിരുന്നു, കുറച്ച് കൂടുതൽ സമയം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അത് ബാക്ക് ടു ഓഫീസ് ആയപ്പോഴത്തേക്ക് കുറച്ച് സമയക്കുറവുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും തീർച്ചയായിട്ടും ഉത്തരം കൊടുക്കാൻ കഴിയുന്നുണ്ടോ, ഒരുപാട് വീഡിയോ ഇടാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയക്കുറവ് കാരണം കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. എങ്കിലും വ്യക്തിപരമായിട്ട് ഞാൻ മാക്സിമം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ വീഡിയോസുകളുടെ പോസ്റ്റുകൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പേജിലൂടെ കഴിയുന്നത്ര ആൾക്കാർ ഇതിൽ ഫോളോ ചെയ്യുകയും ഒരുപാട് പേര് ഇതിൽ സംശയങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്ന നിങ്ങൾക്കറിയാം, ഇവിടെ ആയിട്ട് നമ്മുടെ ഒരു ഹൈലൈറ്റഡ് സ്റ്റോറി സെക്ഷൻ ഉണ്ട്. ഈ ഒരു സെക്ഷനിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരുടെ കമൻറ്റുകളൊക്കെ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ വളരെയേറെ സന്തോഷമാണ് തോന്നുന്നത്. കാര്യം ഈ ഒരു 3 വർഷത്തിനിടയിൽ 100-ൽ പരം ആൾക്കാരെ നമുക്ക് ഓരോ വലിയ സ്ഥാപനങ്ങളിലേക്കും മറ്റുമൊക്കെ തന്നെ UI UX ഡിസൈനിങ്ങിലായിട്ട് ജോലിക്ക് കൊണ്ടുവരാനും അവർ ജോലി ചെയ്ത് അവർക്ക് അവിടെ നല്ല രീതിയിലൊരു സാലറി പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ നിന്ന് ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇത്തരത്തിലൊരു ഡ്രാസ്റ്റിക്കായ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ വ്യക്തിപരമായിട്ട് ഒരുപാട് പേരെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഡിസൈൻ ഇൻഡസ്ട്രിയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് വന്നുകൊണ്ടേയിരിക്കുന്നു. ഗ്രാഫിക്സിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ UI ഡിസൈൻ പല സ്ഥാപനങ്ങളും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കഥകളാണ് ഈ ഒരു 3 വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പറയാനുള്ളത്. അതൊരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബോറായി പോകും, അല്ലെങ്കിൽ അതൊരു നീണ്ട കഥയായിട്ട് തന്നെ പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എനിവേ ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഈ 3 വർഷം തികച്ചും വളരെ സന്തോഷം തോന്നുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ കഴിയുന്നത്ര ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹമുള്ള സുഹൃത്തുക്കളിലേക്ക് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് ഈ ഒരു ഡിസൈൻ ഇൻഡസ്ട്രി മാക്സിമം ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടി എല്ലാവരും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക, വീണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട 1-2 ചോദ്യങ്ങൾക്ക് കൂടെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നിർത്താം. അപ്പോൾ കൂടുതൽ ആൾക്കാരും ചോദിക്കുന്ന 1-2 ചോദ്യങ്ങൾ ഞാൻ ഇവിടെ ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് കഴിയുന്നത്ര രീതിയിൽ ആൻസർ പറഞ്ഞുകൊണ്ട് നിർത്താം. ഓക്കെ, അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒരെണ്ണമാണ്, എങ്ങനെയാണ് ഈ ഒരു UXUIMANIA ചാനൽ ഉണ്ടായത്, എങ്ങനെയാണ് താങ്കൾക്ക് ഇത് തുടങ്ങാനുള്ള പ്രേരണ കിട്ടിയത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഈ ചാനൽ എങ്ങനെ ഓട്ടിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ചോദിച്ച് ഒരുപാട് ചാനലുമായിട്ട് ബന്ധപ്പെട്ട കുറേ സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്, ഡിസൈനേഴ്സും ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട വളരെ പെട്ടെന്നുള്ളൊരു ഉത്തരം എന്ന് പറയുന്നത്, ഈ UXUIMANIA എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 3 വർഷത്തിന് മുമ്പ് എല്ലാ ആൾക്കാരെയും പോലെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് ചിന്തിച്ച് തുടങ്ങിയൊരു ചാനൽ തന്നെയാണ്. അപ്പോൾ അത് എല്ലാവരെയും പോലെ തന്നെ അന്നത്തെ കാലത്ത് ഈ UXUI എന്ന് പറയുമ്പോഴത്തേന് കൂടുതലും നമ്മുടെ കേരളത്തിന് പുറത്തുള്ള ആൾക്കാരാണ് ഇത് ശ്രദ്ധിച്ചതായിട്ട് എനിക്കന്ന് തോന്നി. അങ്ങനെ ഒരു ഇംഗ്ലീഷ് ചാനൽ തന്നെയായിരുന്നു എൻ്റെയും മനസ്സിലുണ്ടായിരുന്ന ആ ഒരു തുടക്ക സമയത്ത്. അങ്ങനെയാണ് UXUI ആയിട്ട് മാനിയ എന്ന് പറയുന്ന ഒരു എന്താ പറയുന്നത്, ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു തരം ഒരു ബ്രാൻഡാണ്. അതുകൊണ്ട് ആ ഒരു മാനിയ എന്നുള്ള വാക്ക് വന്നത് അതൊരു ഇംഗ്ലീഷ് വേർഡുമാണ്. ഒരു ഇംഗ്ലീഷ് ചാനൽ തന്നെയായിരുന്നു എൻ്റെയും ആ തുടക്ക സമയത്ത് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ഒരുപാട് കേരളത്തിലെ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് 1-2 പേരുമായിട്ട് ചർച്ച ചെയ്തതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇതൊരു മലയാളം ചാനലായിട്ട് മാറുന്നത്. അപ്പോൾ അതൊരു വലിയ കഥയായിട്ട് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും അതിനെക്കുറിച്ചൊരു വലിയ ഡീറ്റെയിൽഡ് കഥ പറയാം. എന്തായാലും അങ്ങനെ നമ്മൾ മലയാളം ചാനലായിട്ട് തുടങ്ങി. അങ്ങനെ മലയാളത്തിൽ വന്നപ്പോൾ ഒരുപാട് പേര് നമുക്ക് മലയാളത്തിൽ കേരളത്തിൽ ഈ കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. UX എന്താണെന്നും UI എന്താണെന്നും ഡിസൈനിങ് എന്താണെന്നും അതിൻ്റെ അവസരങ്ങൾ എന്താണെന്നും അറിയിക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കുകയും പിന്നെ പരിപൂർണമായിട്ടും മൈൻഡ് സെറ്റ് കേരളത്തിനെയും മലയാളികളെയും മാത്രം ഉദ്ദേശിച്ച് മാറ്റുകയും അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ചാനൽ ഉണ്ടായത്. അതിനുശേഷം തീർച്ചയായിട്ടും മലയാളത്തിൽ തന്നെ വീഡിയോസ് ഇടുകയും അതിനുശേഷം ഒരുപാട് ആൾക്കാരെ കുറച്ച് ഒരു ഓഡിയൻസ് എന്ന നിലയിൽ കൊണ്ടെത്താൻ നമുക്ക് ആദ്യമേ കുറച്ച് ബുദ്ധിമുട്ടുകൾ ആദ്യം വന്നെങ്കിലും വ്യക്തിപരമായിട്ട് ചാനലുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു യൂട്യൂബ് ചാനലിലെ ഒരു ടെക്നിക്കൽ സൈഡിലുള്ള കാര്യങ്ങളും കൂടുതലായിട്ട് അറിയില്ല, അന്നും അറിയില്ല, ഇന്നും അറിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്ന് പറയട്ടെ. ഒരിക്കലും ഞാനിതിനകത്ത് വലിയ രീതിയിലുള്ള അതിൻ്റെ കീവേഡ് റിസർച്ചോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ അൽഗോരിതമോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കിയല്ല വീഡിയോസ് ഇടുന്നത്. നമ്മൾ സാധാരണഗതിയിൽ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നു, അത് എടുക്കുന്നു, നമ്മൾ പെട്ടെന്ന് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു. അല്ലാതെ ഒരിക്കലും അത് എഴുതി വെച്ചോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്തോ ഒരു പ്ലാൻഡ് ആയിട്ടോ എന്നെ മറ്റൊരാൾ സഹായിക്കാൻ ഒരു വ്യക്തിയെ നമുക്ക് എടുത്തു പറയാൻ തന്നെ ഇല്ല. സ്വന്തമായിട്ട് തന്നെ ഒരു മൂഡ് തോന്നുന്നു, ഒരു വീഡിയോയെക്കുറിച്ചൊരു വിഷയം തുറന്നു എടുക്കുന്നു. ഞാനിപ്പോൾ സംസാരിക്കുന്ന പോലെ തന്നെ എവിടെയും എഴുതി വയ്ക്കാതെ ഇതുപോലെ പച്ച മലയാളത്തിൽ അങ്ങോട്ട് സംസാരിക്കുന്നു, അത് വീഡിയോ ആക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു. ഇത് മാത്രമാണ് അന്നും ഇന്നും സംഭവിക്കുന്നത്. അല്ലാതെ ഇതിലെ ഒരു ടെക്നിക്കൽ സംഭവങ്ങളും എനിക്ക് വ്യക്തിപരമായിട്ട് വലിയൊരു അറിവില്ല. തീർച്ചയായിട്ടും ഇതിൻ്റെ അൽഗോരിതമോ അല്ലെങ്കിൽ ഇതിൻ്റെ കീവേഡോ മറ്റ് ഹാഷ്ടാഗോ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിവില്ല. ഇത് പോസ്റ്റ് ചെയ്യുന്നു. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു ചെറിയ അറിവ് ഇനി ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോടും പറയാനുള്ളത്, നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളതും നമുക്ക് അത്യാവശ്യം അറിയാവുന്ന ഒരു വിഷയം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആ ഒരു വിഷയത്തെക്കുറിച്ച് നിരന്തരമായിട്ട് നല്ല രീതിയിൽ വീഡിയോസിൽ ഇടാൻ ശ്രമിക്കുക. കഴിയുന്നത്ര രീതിയിൽ അത് നല്ലതാണെങ്കിൽ മറ്റുള്ളവർ നമ്മെ തേടി വരും എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ചാനലിൻ്റെ സൈഡിനെ കുറിച്ച് തുടങ്ങിയ ഒരു കഥ ചെറിയ രീതിയിൽ ഇത്രയാണുള്ളത്. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒരു അവസരത്തിൽ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ എന്തായാലും ഇതാണ് അതിൻ്റെ ഒരു ബേസ്. ഓക്കെ, അടുത്തതായിട്ട് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നതാണ്, താങ്കൾ ആരാണ്, എന്തുകൊണ്ടാണ് പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒന്നും ഷെയർ ചെയ്യാത്തത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നത് നിരന്തരമായ ഒരു കാര്യമാണ്. ശരിയാണ്. കാര്യം വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു 10-18 വർഷമായിട്ട് ഡിസൈനിങ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനിയിലെ ഒരു എംപ്ലോയി കൂടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസ് കാണിക്കുന്നത് ചിലപ്പം ചില കമ്പനികൾക്ക് അത് ചിലപ്പോൾ കമ്പനി ക്ലോസ് അനുസരിച്ചോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ തന്നെ ചിലപ്പോൾ അതൊരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കാനും അത് നമ്മുടെ ഒരു കരിയറിനെ ബാധിക്കുമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പേടി സത്യത്തിൽ തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അത് ചെറിയ രീതിയിലാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിലുപരി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നീട് ഞാൻ ആലോചിച്ചത് ഒരിക്കലും വ്യക്തിപരമായ ഡീറ്റെയിൽസ് കാണിച്ചോ അല്ലെങ്കിൽ എൻ്റെ മുഖം കാണിച്ച് എനിക്ക് വ്യക്തിപരമായിട്ടൊരു ബ്രാൻഡ് ഉണ്ടാക്കുന്നതിലല്ല കാര്യം. നമ്മുടെ ഈ അറിവുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ അന്നേരം കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, അതാണ് പ്രധാനം എന്ന് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ഞാൻ ഇതുവരെയും എവിടെയും എന്നെ സ്വന്തമായിട്ട് ബ്രാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഞാൻ പല ആൾക്കാരും എറണാകുളത്തു നിന്നും ട്രിവാൻഡ്രത്തു നിന്നും കോഴിക്കോട് നിന്നൊക്കെ തന്നെ ചാറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, താങ്കൾ ഇവിടെ ഒരു സെഷൻ നടത്താൻ വേണ്ടി വരാമോ, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു സെഷൻ നടത്താവോ, നമുക്ക് എവിടെയെങ്കിലും ഒരു വെബിനാർ നടത്താവോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് ചാറ്റിൽ ചോദിക്കുന്നുണ്ട്. പക്ഷേ എവിടെയും വ്യക്തിപരമായിട്ട് ഞാൻ അങ്ങനെ ഒരു ഡേറ്റ കൊടുത്തുകൊണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ ഒരെണ്ണം സംഘടിപ്പിച്ചിട്ടില്ല.
അതിൻ്റെ പ്രധാനപ്പെട്ട റീസണുകളിൽ ഒരെണ്ണം ഇതാണ്. വ്യക്തിപരമായ വലിയൊരു ബ്രാൻഡിങ് ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ തുടർന്നുള്ള ഭാവിയിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും ഈ ഒരു 3 വർഷം വരെ അങ്ങനെയൊന്നും ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് തൽക്കാലം ഇപ്പോൾ തന്നെ ഹൈഡ് ചെയ്ത് വയ്ക്കുന്നു. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പുറത്ത് വിടേണ്ടുന്ന ഒരു അവസ്ഥ വരുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. ഇപ്പോൾ നമുക്ക് ഒരു കാരണവശാലും വ്യക്തിപരമായിട്ടുള്ള അറിവുകളൊന്നും നമുക്ക് വേണ്ട. ഇതിൽ നിന്ന് കിട്ടുന്ന എന്ത് ഡിസൈൻ സാമ്പത്തികമായ അറിവുകൾ വീഡിയോയിൽ നിന്ന് കിട്ടുന്നോ അതിനെ നിങ്ങൾ എടുക്കുക, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഡിസൈനിങ് കരിയറിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക. അത് കഴിയുന്നത്ര അത് നിങ്ങളുടെ ഡിസൈനിങ് ജോബുമായിട്ട് ബന്ധപ്പെടുത്തി ഉപയോഗിച്ച് നല്ലൊരു കരിയർ സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുക. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയം അതെപ്പോഴാണെന്ന് അറിയില്ല, എങ്ങനെയാണെന്ന് അറിയില്ല, എല്ലാം മനുഷ്യൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് കറൻ്റ്ലി ഇല്ല, ഭാവിയിൽ എപ്പോഴെങ്കിലും നമുക്ക് അത്തരത്തിൽ വ്യക്തിപരമായിട്ട് അങ്ങനെ മുന്നോട്ട് വരേണ്ടുന്ന അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പോകുന്ന പോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ, തുടർന്നുള്ള കാര്യം നമുക്ക് ഭാവിയിൽ തീരുമാനിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടായിട്ട് എടുത്തു പറയാനുള്ള ഒരു ആൻസർ. ഓക്കെ, അടുത്തതായിട്ട് എല്ലാവരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, എന്താണ് നമ്മുടെ ചാനലിൻ്റെ മിഷൻ അല്ലെങ്കിൽ വിഷൻ എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും, എല്ലാ ഓർഗനൈസേഷൻ ആയിരുന്നാലും മറ്റെന്ത് ഒരു സംഘടനയായിരുന്നാലും ഒക്കെ തുടങ്ങുന്നതിൻ്റെ പിന്നിൽ ഒരു മിഷൻ അല്ലെങ്കിൽ ഒരു വിഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ ഒരു മിഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ ഡിസൈനേഴ്സായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ കൊണ്ടുവരിക. അതിലൊക്കെ ഉപരി കേരളത്തിൽ ഞാൻ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ വളരെ കുറഞ്ഞ ശമ്പളത്തിൽ പല പല ചെറുകിട സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് യൂസർ ഇൻ്റർഫേസ്, യൂസർ എക്സ്പീരിയൻസ് പോലുള്ള പുതിയൊരു ടെക്നോളജി അല്ലെങ്കിൽ പുതിയൊരു മാറ്റം അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അവർക്ക് നല്ല നല്ല കമ്പനികൾ, അവർ കാണാത്ത ചിന്തിക്കാത്ത പല പല കമ്പനികളിലേക്ക് അവർക്ക് പോകാനും അവർക്ക് ഇപ്പോൾ നിൽക്കുന്ന ലെവലിനേക്കായി കൂടുതൽ എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായിട്ടും മറ്റും എല്ലാ അർത്ഥത്തിലും വലിയൊരു മാറ്റം ഉണ്ടാക്കാനും കഴിയിക്കുക എന്നുള്ളതായിരുന്നു തുടങ്ങുന്ന സമയത്ത് മുതലേ ഉള്ള ഒരു മിഷൻ എന്ന് പറയുന്നത്. അതിലൊരുപാട് പേർക്ക് അത് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിഞ്ഞു. എങ്കിലും കേരളത്തിൽ ഇനിയും ഒരുപാട് ആൾക്കാരുടെ ചിന്താഗതി മാറി വരേണ്ടതുണ്ട്, മാറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാർക്ക് ഇത്തരത്തിലൊരു നല്ല രീതിയിലൊരു ഡ്രാസ്റ്റിക്കായ ഒരു ചേഞ്ച് ഉണ്ടാവുക. അതുപോലെ തന്നെ പുതുതായിട്ട് ഡിസൈനെക്കുറിച്ച് ആഗ്രഹിക്കുന്നവർക്കും നമ്മളെ കൊണ്ടൊക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള നോളജുകൾ ഷെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട മിഷൻ. പിന്നെ വിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് തുടങ്ങുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വലിയ വിഷനൊന്നുമില്ല, ഇത് തന്നെ ഇങ്ങനെ തുടരുക, അത്യാവശ്യം നമ്മുടെ നോളജ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ ഉള്ളായിരുന്നു വിഷൻ. എങ്കിലും ഇപ്പോൾ ചെറിയ രീതിയിൽ വളരെ കുറച്ച് നാളുകളായിട്ടൊരു ചെറിയ വിഷൻ മനസ്സിലുണ്ടാകുന്നുണ്ട്. അതും കൂടെ ഈ ഒരു അവസ്ഥയിൽ പറയാം. അതായത് അത്യാവശ്യം കേരളത്തിൽ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്ക് പല സ്ഥാപനങ്ങളും നമുക്ക് ഭയങ്കരമായ ഹ്യൂജ് ഫീസും ഒക്കെ കൊടുത്ത് പലരും പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ചിട്ട് വന്ന് നമ്മളതിൻ്റെ വളരെ ബേസിക്കലായിട്ടുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുന്ന അവസ്ഥകൾ കാണുന്നു. അതുപോലെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന അവസ്ഥകളൊക്കെ കാണുന്നുണ്ട് ഒരുപാട് പേരിൽ. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ കുറച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് നല്ല ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ ഒരു വിഷൻ ഇപ്പോൾ ഉള്ളിലുണ്ട്. അത് ഉടനെ ഒന്നും സാധിക്കുമെന്നൊന്നും അറിയില്ല, എങ്കിലും പറയുന്നു വളരെ മിതമായ നിരക്കിൽ നല്ല ഹൈ ക്വാളിറ്റിയോട് കൂടി ഡിസൈനിങ് പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്ന് മനസ്സിൽ ഒരു വിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് എപ്പോഴോ എന്നുള്ളത് എന്നും അറിയില്ല. പക്ഷേ ഇങ്ങനൊരു അവസരത്തിൽ അത് തുറന്നങ്ങ് പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെ അത്യാവശ്യം മിതമായ രീതിയിൽ കേരളത്തിലുള്ള പ്രത്യേകിച്ചും താഴേക്കിടയിൽ തന്നെ വരുന്ന ആൾക്കാർക്ക്, വലിയ ആൾക്കാരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, വലിയ കോളേജുകൾ, വലിയ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പോയി വേണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു കാര്യമല്ല, അവർക്ക് ഈസിയായിട്ട് നടക്കുന്നൊരു കാര്യമാണിത്. പക്ഷേ ഒരുപാട് സാധാരണക്കാരായ ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. അവർ വളരെ ബുദ്ധിമുട്ടിയ സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ കഴിയാതെ വരുന്നു. കഴിഞ്ഞവർ പോലും കേവലം ഫോട്ടോഷോപ്പോ കോറൽഡ്രോയോ മാത്രം സോഫ്റ്റ്വെയറിൽ ഒതുങ്ങി പലയിടത്തും ഗ്രാഫിക് ഡിസൈനിലൊക്കെ ഒതുങ്ങി കൂടി ഒരു ചെറിയൊരു ഡിസൈൻ ലോകത്ത് നിൽക്കുന്നതായിട്ട് കാണുന്നു. ഇത്തരക്കാർക്കെല്ലാം തന്നെ വളരെ ചെറിയ രീതിയിലുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത തരത്തിൽ കുറച്ച് കാര്യങ്ങൾ, നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ സാധിപ്പിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മനസ്സിലൊരു ആഗ്രഹം, ഒരു വിഷൻ ഉണ്ടായിട്ടുണ്ട്. അതെപ്പോഴെങ്കിലും ഭാവിയിൽ കഴിയുന്നെങ്കിൽ, ദൈവം സഹായിക്കുന്നെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് കഴിയുന്നില്ല, എങ്കിലും അതൊരു വിഷനായിട്ട് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു അവസരത്തിൽ എല്ലാവരോടും വീണ്ടും ഒരുപാട് വലിയൊരു നന്ദി പറയുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീണ്ടും കീപ് സപ്പോർട്ടിങ്. നമ്മളോട് കഴിയുന്നത്ര ആൾക്കാരെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാനും നമ്മളോട് നിന്നുകൊണ്ട് ചാനലിനെ വളർത്താനും ഒക്കെ തന്നെ കൂടെ നിൽക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഡിസൈൻ കരിയർ ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം ഇനിയൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം. ഇതുവരെ ബൈ ഗൈസ്.